Hello dear friends, today we are going to discuss about the system composed of indistinguishable particles. Here we are dealing with indistinguishable particles and non-interacting particles. ഇവിടെ നമ്മളൊരു സിസ്റ്റത്തിലെ n ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യാണ്. നമുക്ക് ആ n നോൺ ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾസിന്റെ ഹാമിൽട്ടോണിയനെ എങ്ങനെ എഴുതാൻ കഴിയും? ഓരോ ഇൻഡിവിജ്വൽ സിംഗിൾ പാർട്ടിക്കിൾസിന്റെ ഹാമിൽട്ടോണിയന്റെ സം ആക്കിയിട്ട് എഴുതാൻ കഴിയും. അതായത് ഇക്വേഷൻ പറയുന്നത് എച്ച് ക്യാപ് ക്യൂ പി സിക്കൽ ടു സമ്മേഷൻ ഐ സിക്കൽ ടു 1 to n എച്ച് ഐ ക്യാപ് ക്യു ഐ പി ഐ. ഇവിടെ ക്യു ഐ എന്ന് പറയുന്നത് പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ith പാർട്ടിക്കിൾ ആൻഡ് പി ഐ ഈസ് ദ മൊമെന്റം കോർഡിനേറ്റ് ഓഫ് ith പാർട്ടിക്കിൾസ് ആൻഡ് എച്ച് ഐ ക്യാപ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ എന്നാണ്. സോ ഇനി നമുക്ക് ഈ സിസ്റ്റത്തിന്റെ ടൈം ഇൻഡിപെൻഡന്റ് ശ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. എച്ച് ക്യാപ് സൈ ഇ ഓഫ് ക്യൂ സിക്കൽ ടു ഇ സൈ ഇ ഓഫ് ക്യൂ എന്നാണ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് പറയുന്നത് ഏഗൺ വാല്യൂ ഓഫ് ദ ഹാമിൽട്ടോണിയൻ ആണ്. ഇത് കിട്ടുന്നത് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനും നമ്മൾ ഏഗൺ വാല്യൂ കണ്ടിട്ട് അതിന്റെ സമ്മാണ്. അതായത് ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് പറയുന്നത് സമ്മേഷൻ ഐ സിക്കൽ ടു 1 to n എപ്സിലോൺ ഐ എന്നാണ്. സൈ ഇ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ഏഗൺ ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് ശ്രോഡിഞ്ചർ ഇക്വേഷന്റെ സൊല്യൂഷൻ തന്നിരിക്കുന്നത് സൈ ഇ ഓഫ് ക്യൂ സിക്കൽ ടു പൈ ഐ സിക്കൽ ടു 1 to n യു എപ്സിലോൺ ഐ ഇൻറ്റു ക്യൂ ഐ എന്നാണ്. ഇവിടെ പൈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്റ്റ് റെപ്രസെന്റേഷൻ ആണ്. ഇപ്പൊ നമുക്ക് അഡീഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിഗ്മ എന്നിടും സമേഷൻ ആയിട്ട്. ഇപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പൈ എന്നാണ് ഇട്ടത്. ഇനിയിപ്പോ പ്രൊഡക്റ്റ് റെപ്രസെന്റേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് യു എപ്സിലോൺ ഐ ആൻഡ് ക്യൂ ഐ ആണ്. ക്യൂ ഐ എന്ന് പറഞ്ഞാല് പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദ ith പാർട്ടിക്കിളും യു എപ്സിലോൺ ഐ എന്ന് പറഞ്ഞാൽ ഏഗൺ ഫംഗ്ഷൻ ഓഫ് ദ സിംഗിൾ പാർട്ടിക്കിൾ ഹാമിൽട്ടോണിയൻ ആണ്. ഇനി നമ്മൾ ശ്രോഡിഞ്ചർ ഇക്വേഷന്റെ മറ്റൊരു ഫോം എഴുതാണ്. അതായത് ശ്രോഡിഞ്ചർ ഇക്വേഷൻ ഓഫ് ith പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എച്ച് ഐ ക്യാപ് യു എപ്സിലോൺ ഐ ഇൻറ്റു ക്യൂ ഐ സിക്കൽ ടു എപ്സിലോൺ ഐ യു എപ്സിലോൺ ഐ ഇൻറ്റു ക്യൂ ഐ. ഇവിടെ നമ്മൾ n ഐഡന്റിക്കൽ പാർട്ടിക്കിൾ സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നത് അറിയാം. അപ്പൊ n ഐ പാർട്ടിക്കിൾസ് ആയിരിക്കും ആ ഒരു സിസ്റ്റത്തിന്റെ ഐഗൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് n ഐ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എപ്സിലോൺ ഐ n ഐ എപ്സിലോൺ ഐ സിക്കൽ ടു ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് എഴുതാം. ഇതായിരിക്കും ടോട്ടൽ ഈഗൺ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ സ്റ്റേറ്റിന്റെ വേവ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? സൈ ഇ ഓഫ് ക്യൂ സിക്കൽ ടു പൈ എം സിക്കൽ ടു 1 to n1 u1 ഓഫ് എം പൈ എം സിക്കൽ ടു n1 പ്ലസ് 1 to n1 പ്ലസ് n2 u2 ഓഫ് എം എക്സെട്ര. ഇതാണ് നമ്മളെ വേവ് ഇക്വേഷന്റെ മറ്റൊരു ഫോം. ഇനി നമ്മൾ ഇതിലൊരു പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 to 1 2 അപ് ടു n കോർഡിനേറ്റ്സ് ഉള്ളത് നമ്മൾ p1 p2 അപ് ടു pn കോർഡിനേറ്റ്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പൊ നമ്മൾ വേവ് ഫംഗ്ഷൻ എന്തായിട്ട് മാറും? പി സൈ ഇ ഓഫ് ക്യൂ സിക്കൽ ടു പൈ എം സിക്കൽ ടു 1 to n1 u1 ഇൻറ്റു pm പൈ എം സിക്കൽ ടു n1 പ്ലസ് 1 to n1 plus n2 u2 of pm etc. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സിൽ പാർട്ടിക്കിൾസിനെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിഫറെന്റ് സ്റ്റേറ്റ് കിട്ടുന്നതാണ് പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. നമ്മളടുത്ത് രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഫസ്റ്റ് പാർട്ടിക്കിൾ എ സ്റ്റേറ്റിലും സെക്കൻഡ് പാർട്ടിക്കിൾ ബി സ്റ്റേറ്റിലും ആണെങ്കിൽ നമ്മൾ പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് പാർട്ടിക്കിൾ എന്തായി മാറും? പി സ്റ്റേറ്റിലും സെക്കൻഡ് പാർട്ടിക്കിൾ എ സ്റ്റേറ്റിലും ആയിട്ട് മാറും. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സോ ഡ്യൂ ടു ദ പെർമ്യൂട്ടേഷൻ വി ഗെറ്റ് ന്യൂ ഡിസ്റ്റിങ്ക്ട് മൈക്രോസ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. നമുക്കൊരു പുതിയ മൈക്രോസ്റ്റേറ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ വേറൊരു എക്സാമ്പിളും ഉണ്ട്. ഫിഫ്ത്ത് പാർട്ടിക്കിൾ യു ഐ സ്റ്റേറ്റിലും സെവൻത്ത് പാർട്ടിക്കിൾ യു ജെ സ്റ്റേറ്റിലും ആണെങ്കിൽ പെർമ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സെവൻത്ത് പാർട്ടിക്കിൾ യു ഐ ആയിട്ട് മാറും, ഫിഫ്ത്ത് പാർട്ടിക്കിൾ യു ജെ സ്റ്റേറ്റും ആയിട്ട് മാറും. പാർട്ടിക്കിൾസിനെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ ഡിസ്റ്റിങ്ക്ട് മൈക്രോസ്റ്റേറ്റ് കിട്ടുന്നുണ്ട് സിസ്റ്റത്തിന്. ഇവിടെ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് കാണാൻ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ എക്സെട്ര. ഇതിൽ ഗിബ്സ് കറക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ WC ഓഫ് ni സിക്കൽ ടു 1 by n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ എക്സെട്ര എന്ന് കിട്ടും. ഇവിടെ WC എന്ന് പറയുന്നത് വെയിറ്റ് ഫാക്ടർ ആണ്.
അപ്പോൾ നമുക്ക് മനസ്സിലായി ക്ലാസിക്കൽ ഫിസിക്സിൽ പെർമ്യൂട്ടേഷൻ ലീഡ്സ് ടു എ ന്യൂ സ്റ്റേറ്റ്. ഇനി ക്വാണ്ടം ഫിസിക്സിൽ എങ്ങനെയാണ് പറയണതെന്ന് നോക്കാം. ക്വാണ്ടം ഫിസിക്സിൽ പാർട്ടിക്കിൾസ് ഒക്കെ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. നമ്മൾ നേരത്തെ ക്ലാസിക്കൽ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ എന്താണ് ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആണ്. ഇവിടെ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്, അതായത് ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഐഡന്റിക്കൽ പാർട്ടിക്കിൾസിന്റെ ഇന്റർചേഞ്ചിൽ നമുക്കൊരു ന്യൂ മൈക്രോസ്റ്റേറ്റ് കിട്ടൂല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. നമ്മൾ ക്ലാസിക്കലിന്റെ കേസിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു UI സ്റ്റേറ്റിൽ 5th പാർട്ടിക്കിൾ ഉണ്ട്, അതേപോലെ 7th പാർട്ടിക്കിൾ UJ സ്റ്റേറ്റിലും, അങ്ങനെ ഒരു മൈക്രോസ്റ്റേറ്റ്. അതിനെ നമ്മൾ പെർമ്യൂട്ടേഷൻ ചെയ്താൽ, അതായത് ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് 7th പാർട്ടിക്കിൾ UI സ്റ്റേറ്റിലും 5th പാർട്ടിക്കിൾ UJ സ്റ്റേറ്റിലുള്ള ഒരു പുതിയ മൈക്രോസ്റ്റേറ്റ് കിട്ടും. പക്ഷെ ഇവിടെ ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ആയത് കാരണം അങ്ങനെ ഒന്ന് നമുക്കിവിടെ പോസിബിൾ അല്ല. ഒരു ന്യൂ മൈക്രോസ്റ്റേറ്റ് നമുക്കിവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, 5th പാർട്ടിക്കിൾ ഏതാ 7th പാർട്ടിക്കിൾ ഏതാന്നൊന്നും നമുക്കിവിടെ ലേബൽ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇനി നമ്മൾ N പാർട്ടിക്കിൾസിൽ പെർമ്യൂട്ടേഷൻ ചെയ്യാണ്. N പാർട്ടിക്കിൾസ് എന്ന് പറയാൻ കാരണം ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ആണല്ലോ. അപ്പോൾ Ni റിമൈൻസ് ദ സെയിം എന്നാണ്. അതുകൊണ്ടാണ് N പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. P എന്നാണ് പെർമ്യൂട്ടേഷനെ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പെർമ്യൂട്ടേഷൻ ചെയ്ത് കഴിയുമ്പോൾ സെയിം മൈക്രോസ്റ്റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് അതിനെന്ത് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ഫാക്ടർ എന്തായിരിക്കും, WQ ഓഫ് Ni ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ പാർട്ടിക്കിൾസ് ഒക്കെ എന്താ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയതുകൊണ്ട്, അതായത് ഐഡന്റിക്കൽ ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് ഫാക്ടർ എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. ഇനി നമുക്ക് വേവ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ ക്ലാസിക്കലിൽ പറഞ്ഞിട്ടുള്ള വേവ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, psi E ഓഫ് Q ഈക്വൽ ടു പൈ m ഈക്വൽ ടു 1 to n1 u1 ഓഫ് m പൈ m ഈക്വൽ ടു n1 പ്ലസ് 1 to n1 പ്ലസ് n2 u2 ഓഫ് m എക്സെട്ര. ഇതിനെ നമ്മൾ ബോൾസ്മാനിയൻ എന്നാണ് പറയാം. ഡിനോട്ട് ചെയ്യുന്നത് psi ബോൾസ് ഓഫ് Q. ഈ വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമുക്കൊരു പുതിയ വേവ് ഫംഗ്ഷൻ ആണ് കിട്ടുന്നത്. അത് മാത്തമാറ്റിക്കലി ഫിസിക്കലി ഇതിൽ നിന്ന് ഡിഫറെന്റ് ആണ്. മോഡുലസ് ഓഫ് പി psi സ്ക്വയർ ഈക്വൽ ടു മോഡുലസ് ഓഫ് psi സ്ക്വയർ. ഇതൊരു ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ്. ഇതിൽ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന് പറയുന്നത് പി psi ഈക്വൽ ടു psi ഫോർ ആൾ p. ഇത് സിമ്മട്രിക് വേവ് ഫംഗ്ഷൻ ആണ്, അതായത് വേവ് ഫംഗ്ഷൻ സിമ്മട്രിക് ആണ്. അതിനെ നമുക്ക് psi s എന്ന് ഡിനോട്ട് ചെയ്യാം. അടുത്തത് പറയുന്നത് ആന്റി സിമ്മട്രിക് വേവ് ഫംഗ്ഷൻ ആയിട്ടാണ് പറയുന്നത്, psi a. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോസിബിലിറ്റി എന്താണ്, പി psi ഈക്വൽ ടു പ്ലസ് i ഉണ്ടാവും മൈനസ് i ഉണ്ടാവും. ഈവൻ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ പ്ലസ് iയും ഓഡ് പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ മൈനസ് i എന്നും കിട്ടും. ഇനി സിമ്മട്രിക് വേവ് ഫംഗ്ഷന്റെയും ആന്റി സിമ്മട്രിക് വേവ് ഫംഗ്ഷന്റെയും മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ ആണ് പറയുന്നത്. സിമ്മട്രിക് വേവ് ഫംഗ്ഷന്റെ സ്ട്രക്ചർ psi s ഓഫ് Q ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു സമ്മേഷൻ p psi ബോൾസ് ഓഫ് Q. ആന്റി സിമ്മട്രിക്കിൻ്റെത് psi a ഓഫ് Q ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു സമ്മേഷൻ p ഡെൽറ്റ p psi ബോൾസ് ഓഫ് Q. ഈ ആന്റി സിമ്മട്രിക്കിന്റെ ഇക്വേഷനിലുള്ള ഡെൽറ്റ p എന്ന് പറയുന്ന എക്സ്പ്രഷന് 2 പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് അതവിടെ ഡെൽറ്റ p എന്നുള്ള എക്സ്പ്രഷൻ വന്നത്. അതായത് +1 ഉം -1 ഉം, ഈവൻ ആണെങ്കിൽ +1 ഉം ഓഡ് ആണെങ്കിൽ -1 എന്നുള്ള പോസിബിലിറ്റീസ്. ഡെൽറ്റ p അതാണ് ആ എക്സ്പ്രഷനിൽ അത് വരാൻ കാരണം. ഇനി ഈ psi a ഓഫ് Q എന്നുള്ളതിനെ നമുക്ക് സ്ലേറ്റർ ഡിറ്റർമിനന്റിന്റെ ഫോമിൽ നമുക്ക് എഴുതാം. സ്ലേറ്റർ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഫെർമിയോണിക് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എക്സ്പ്രഷൻ ആണ്. അത് ആന്റി സിമ്മട്രിക് റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യും, അതേപോലെ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ നമുക്ക് സ്ലേറ്റർ ഡിറ്റർമിനന്റിന്റെ ഫോമിലുള്ള psi a ആണ് നോക്കുന്നത്. psi a ഓഫ് Q ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു ഡിറ്റർമിനന്റ് ui ഓഫ് 1 ui ഓഫ് 2 എക്സെട്ര ui ഓഫ് n uj of 1 uj of 2 etc uj of n
etc., etc., UL of 1, UL of 2, etc., UL of n. ഇനി ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെയർ ഓഫ് ആർഗ്യുമെന്റ്സിനെ ഇന്റർചേഞ്ച് ചെയ്യാണ്, അതായത് ഏതെങ്കിലും കോളംസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ വേവ് ഫംഗ്ഷന് സൈൻ എന്താവും, ചേഞ്ച് ആവും. 2 or more പാർട്ടിക്കിൾസ് സെയിം സ്റ്റേറ്റിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് 2 റോസ് അല്ലെങ്കിൽ 2 കോളംസ് ഒക്കെ ഈക്വൽ ആയിട്ട് നിൽക്കുകയാണ്, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഡിറ്റർമിനന്റ് 0 ആവും. അപ്പോൾ ഈ വേവ് ഫംഗ്ഷൻ വാനിഷ് ആവും. ഇനിയിപ്പോ ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു ഇൻഡിസ്റ്റിങ്വിഷൽ പാർട്ടിക്കിൾസിന്റെ ഒരു സിസ്റ്റം ആണെങ്കിൽ അതിൽ എല്ലാ പാർട്ടിക്കിൾസും ഡിഫറെന്റ് സിംഗിൾ പാർട്ടിക്കിൾ സ്റ്റേറ്റ്സിലായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മൾ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഫോർ ഇലക്ട്രോൺസ് അതിന്റെ ഇക്വലന്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അതായത് ഒരു ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അത് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും എന്നർത്ഥം. ഇനിയിപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം അത് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്, അതേപോലെ വേവ് ഫംഗ്ഷൻ ആന്റി സിമെട്രിക്കും ആണ്. അങ്ങനത്തെ ബിഹേവിയർ ഉള്ള പാർട്ടിക്കിൾസിനെ ഫെർമി ഡിറാക് എന്ന് പറയും, അല്ലെങ്കിൽ ഫെർമി, സിംപ്ലി നമുക്ക് ഫെർമി പറയാം. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ ഓഫ് ഫെർമി ഡിറാക് എന്താണ് വരിക? WFD ഓഫ് Ni ഈക്വൽ ടു, നമുക്ക് 2 പോസിബിലിറ്റീസ് ആണ് വരുന്നത്, 1ഉം 0ഉം. 1 എപ്പോഴാണ് വരിക? സമ്മേഷൻ I Ni സ്ക്വയർ ഈക്വൽ ടു n ആവുമ്പോൾ. 0 എപ്പോഴാണ് വരിക? സമ്മേഷൻ I Ni സ്ക്വയർ ഗ്രേറ്റർ ദാൻ n ആവുമ്പോൾ. ഫെർമി ഡിറാക്കിൽ നമുക്ക് Niക്ക് വാല്യൂ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, 1ഉം 0ഉം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇനി നമ്മൾ ഒരു സിമെട്രിക് വേവ് ഫംഗ്ഷൻസ് ക്യാരക്ടറൈസ് ചെയ്യുന്ന സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ Ni വാല്യൂസിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, Niക്ക് ഏത് വാല്യൂസും വേണമെങ്കിലും വരാം. അങ്ങനത്തെ പാർട്ടിക്കിൾസ് ആണ്, അങ്ങനത്തെ ബിഹേവിയർ ഉള്ള പാർട്ടിക്കിൾസ് ആണ് ബോസ് ഐൻസ്റ്റീൻ, അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് ബോസ് എന്ന് പറയാം. ഇവര് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ ഓഫ് ബോസ് ഐൻസ്റ്റീൻ എന്താ വരിക? WBE ഓഫ് Ni ഈക്വൽ ടു 1 എന്ന് വരും. Ni ഈക്വൽ ടു 0, 1, 2, 3 ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ആവാം. പിന്നെ പറയുന്നത് പെർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് പാർട്ടിക്കിൾസും അതേപോലെ ഇൻട്രിൻസിക് സ്പിൻ ഓഫ് പാർട്ടിക്കിൾസും തമ്മിലൊരു ഇന്റിമേറ്റ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്റഗ്രൽ സ്പിൻ ഒബേ ചെയ്യുന്നതാണ് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അതേപോലെ ഹാഫ് ഓഡ് ഇന്റഗ്രൽ സ്പിൻ ഒബേ ചെയ്യുന്നതാണ് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ബോസ് ഐൻസ്റ്റീന്റെ എക്സാമ്പിൾസ് ആണ് ഫോട്ടോൺസ്, ഫോണോൺസ്, പൈ മെസോൺസ്, ഗ്രാവിറ്റോൺസ്, ഹീലിയം ആറ്റം. അതേപോലെ ഫെർമി ഡിറാക്കിന്റെ എക്സാമ്പിൾസ് ആണ് ഇലക്ട്രോൺസ്, ന്യൂക്ലിയോൺസ്, ന്യൂ മെസോൺസ്, ന്യൂട്രിനോസ്. ഇത്രയൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് ഇത് നമുക്ക് പഠിക്കാനുള്ളത് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്.